തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ റോഡ് ഷോകളുമായി കളം പിടിച്ച നേതാക്കൾ നാഗർകോവിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. ടിവികെ അധ്യക്ഷൻ വിജയുടെ റോഡ് ഷോ വള്ളുവർക്കോട്ടത്ത് ആരംഭിച്ചു. മനേഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്ന്, ഒപ്പം ഷഫീദ് റാവുത്തർ നാഗർകോവിലിൽ ഒന്നുകൂടി ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം മനേഷിലേക്ക് പോവാം. മനേഷ്, ടിവികെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടത്തിയത്, അതിപ്പോൾ ആവർത്തിക്കുകയാണ്. എങ്ങനെയുണ്ട് വിജയുടെ റാലിയിലെ ആൾക്കൂട്ടം? എങ്ങനെ പുരോഗമിക്കുന്നു റാലി? അമൽ, അഷിത, മാർച്ച് 30-ന് പത്രിക നൽകിയതിനു ശേഷം വിജയ് ചെന്നൈയിലേക്ക് എത്തിയിട്ടില്ല. പെരമ്പൂരിൽ മാത്രമായിരുന്നു പര്യടനം നടത്തിയത്. അതിനുശേഷം സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ചെന്നൈയിലേക്ക് വിജയ് എത്തിയിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും ചെന്നൈയിലേക്ക് വിജയ് എത്തുന്നു. ടി നഗറിലാണ് പരിപാടി. ഇപ്പോൾ ടി നഗറിൽ ആരംഭിച്ചു കഴിഞ്ഞു. ടി നഗറിൽ നിന്ന് ഇനിയിപ്പോൾ ഇവിടേക്ക് എത്തും. ഞാനിപ്പോൾ ഉള്ളത് വള്ളുവർക്കോട്ടത്താണ്. വള്ളുവർക്കോട്ടത്തേക്ക് എത്തും. 1000 ലൈറ്റ്സ്, അതുപോലെ തന്നെ എഗ്മോറിലാണ് ഈ യാത്ര സമാപിക്കുന്നത്. ആ തരത്തിൽ എന്തായാലും നമുക്കിപ്പോൾ കാണാൻ സാധിക്കും വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. ഏകദേശം ഇവിടേക്ക് വിജയ് എത്തുമ്പോഴേക്കും ഒരു 1.5 മണിക്കൂറെങ്കിലും പിന്നിടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും തന്നെ ഇവിടെ ഇത്രയധികം ആളുകളുണ്ട്. മാത്രമല്ല ഇതിന് ചുറ്റുപാടും ഈ പറഞ്ഞ ഈ വള്ളൂർക്കോട്ടം ഈ ജംഗ്ഷന്റെ ചുറ്റുപാടും ഉള്ള ഇടങ്ങളിലൊക്കെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ വേണ്ടി സാധിക്കും. ആ തരത്തിൽ എല്ലാ പോയിന്റുകളിലും, അതായത് ടി നഗർ മുതൽ ഇങ്ങോട്ട് എഗ്മോർ എത്തുന്നത് വരെയുള്ള എല്ലാ പോയിന്റുകളിലും വിജയ്ക്കായി ആരാധകർ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു നില തന്നെയാണ് ഉള്ളത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് പോലെ ഇപ്പോൾ കന്യാകുമാരിയിലാണെങ്കിലും കോയമ്പത്തൂരാണെങ്കിലും തിരുപ്പൂരും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ വലിയൊരു ജനക്കൂട്ടം എന്തായാലും വിജയെ കാത്ത് നിലവിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. 4 മണി മുതൽ 8 മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. പോലീസ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. പ്രത്യേകിച്ച് ചെന്നൈയാണ്, കാരണം അത്രയധികം തിരക്കുള്ള നഗരമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം പൂർണ്ണമായും തന്നെ പോലീസ് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ടി നഗർ മുതൽ ഇവിടേക്കുള്ള വിജയ് യാത്ര നടത്തുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഒഴിപ്പിച്ചുകൊണ്ട് ബാരിക്കേഡുകൾ വെച്ച് പ്രവർത്തകരെയൊക്കെ ഈ സമാനമായ രീതിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് എന്തായാലും മുൻപോട്ട് പോകുന്നത്. വലിയ തോതിലുള്ള ജനക്കൂട്ടം ഇനിയും ഇവിടേക്ക് എത്താനുള്ള സാധ്യത തന്നെ പോലീസ് കാണുന്നുണ്ട്. നമുക്ക് കാണാം എത്രയധികം പോലീസുകാരെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. ആ രീതിയിൽ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് 2-3 ലെയർ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ടൊക്കെയാണ് എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ. അല്പസമയത്തിന് ശേഷം, അതായത് 4 മണിക്ക് അവിടെ ടി നഗറിൽ നിന്നും യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇനിയിപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇവിടേക്ക് യാത്ര എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി സ്റ്റാലിൻ സേലത്താണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ DMK-യുടെ പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെയാണ്? ADMK-യുടെ പരിപാടികളൊക്കെ ഇന്ന് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അമൽ, സ്റ്റാലിന്റെയും അതുപോലെ തന്നെ ഉദയനിധി സ്റ്റാലിൻ, അതുപോലെ കനിമൊഴി എല്ലാവരും തന്നെ പ്രചാരണത്തിൽ ശക്തമായി തന്നെ ഉണ്ട്. സ്റ്റാലിൻ ഇപ്പോൾ ചെന്നൈയോട് അടുത്തുള്ള പ്രദേശങ്ങൾ, അടുത്തുള്ള ജില്ലകളിലാണ് സ്റ്റാലിൻ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ, ഇന്നലെ ഇപ്പോൾ വെല്ലൂർ പോലുള്ള സ്ഥലങ്ങളിലായിരുന്നു. സമാന രീതിയിൽ തിരുപ്പത്തൂർ പോലുള്ള ജില്ലകളിലാണ് ഇന്നിപ്പോൾ പര്യടനം നടത്തുന്നത്. എല്ലാവരും ചെന്നൈയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്. കാരണം ഇനിയിപ്പോൾ ഒരാഴ്ച പോലും ഇല്ല, പ്രചാരണം അവസാനിപ്പിക്കാൻ ഇനിയിപ്പോൾ ഒരാഴ്ച പോലും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനിയിപ്പോൾ ചെന്നൈ കേന്ദ്രീകരിക്കുന്നു. വിജയാണ് ആദ്യം ചെന്നൈയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, അതുപോലെ ഉദയനിധി സ്റ്റാലിൻ, കനിമൊഴി, അത്തരത്തിലുള്ള എല്ലാവരും നാളെ മുതൽ 17-ാം തീയതി മുതൽ, ഇപ്പോൾ നാളെയല്ല മറ്റന്നാൾ മുതൽ 17-ാം തീയതി മുതൽ MNM-ന്റെ അധ്യക്ഷനായിട്ടുള്ള കമൽഹാസനും ചെന്നൈയിൽ 4 ദിവസം, അതായത് 20-ാം തീയതി വരെ പര്യടനം നടത്തുന്നുണ്ട്. അങ്ങനെ ഇനി വരും ദിവസങ്ങളിൽ എന്തായാലും ചെന്നൈ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.